ഹായ് ഗൈസ്, ഈവനിങ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ് ഞാനും മോളും. ഇത് ലൊക്കേഷൻ എന്ന് വെച്ചാൽ കയ്യൂർ എന്ന് പറഞ്ഞതാണ് കാസർഗോഡ് ജില്ലയിൽ. കയ്യൂർ കയാക്കിങ് അടിക്കുമ്പോൾ കിട്ടും, അതിൻ്റെ നിയറാണ്. അപ്പോൾ മോള് വെറുതെ ഇരുന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു. നല്ല കാഴ്ചകളാണ്. അടുത്തൊരു നെല്ലിമരമുണ്ട്. അപ്പം നെല്ലിമരത്തുനിന്ന് കല്ലൊക്കെ എറിഞ്ഞ് നല്ല നെല്ലിക്കൊക്കെ പറിച്ച് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് ഈവനിങ് വാക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. വളരെ എന്താ പറയുക, പ്രകൃതി രമണീയമായൊരു പ്രദേശമാണ് കയ്യൂർ. എത്ര കണ്ടാലും മതി വരില്ല. നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതുതന്നെയാണ്. ഈവനിങ് വ്യൂ ആണ്. ഇതിങ്ങനെ പാറക്കുള്ള പുല്ലാണേ. ഇതൊരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നല്ല ഗ്രീനിഷ് ആയിരിക്കും. സാധാരണ അതൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതൊരു ഡിസംബർ ജാനാകുമ്പോഴേക്കും നല്ല ഡ്രൈ ആയി. അതിനകത്തൊക്കെ വെള്ളം ഉണ്ടാവുമായിരുന്നു മഴക്കാലങ്ങളിൽ. ഇതൊക്കെ കുട്ടിച്ചിലൊക്കെ ഉണ്ട്, നമ്മളെ ശ്രദ്ധിച്ച് നടക്കണം. ശ്രദ്ധിക്കണേ. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യുന്നവർ, പശുവൊക്കെ ഉള്ള ആൾക്കാർ ഇതിനെ ഇങ്ങനെ എന്താ പറയുക, നെല്ല് കൊയ്യുന്ന പോലെ നല്ല വൃത്തിയിലെടുത്ത് കെട്ടി നല്ല വേനൽക്കാലങ്ങളിൽ പശുവിന് കൊടുക്കാനുള്ള ഒരു തീറ്റയായിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കാറുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഔട്ട്ഡോറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ വരാറുണ്ട്, ന്യൂലി കപ്പിളൊക്കെ. ഇത് ഭംഗിയാന്ന് നോക്ക്, നാച്ചുറൽ. ഇതെങ്ങോട്ടാണ് പാസ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല. ഫുള്ളിങ്ങനെ കാട് കയറിയിട്ടേ അത്ര മനോഹരമാണ്. ഭംഗി എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ബ്യൂട്ടിയാണ്. പ്രത്യേകിച്ച് ടൗൺഷിപ്പിലൊക്കെ ഉള്ള ആൾക്കാർ, നഗരങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ വിഷയമൊന്നും ഒരിക്കലും കിട്ടില്ല. നോക്ക് എന്ത് ഭംഗിയാണ്. ഇത് നെല്ലല്ല, പാറക്കുള്ള ഒരു തരം പുല്ലാണ്. ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടോ? ഇത്ര മനോഹരമായ കാഴ്ചകളാണ്. സൂര്യേട്ടൻ ഇങ്ങനെ നമ്മളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ഇതിനടുത്തൊരു നല്ല കുളമുണ്ട്. മഴക്കാലങ്ങളിൽ ഭയങ്കര ഭംഗിയാണ്. കുറേ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ശ്മശാനമൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ കുറേ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ അന്തി ഉറങ്ങുന്നുണ്ട്. ചില സമയങ്ങളിൽ ഇവിടെ ഇങ്ങനെ നിറയെ മയിലൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിൽ. ഇതടുത്താണ് നമ്മുടെ പൊതു ശ്മശാനമാണ്. കുളത്തു നിന്നൊക്കെ ഞങ്ങളൊക്കെ മോളൊക്കെ കൊച്ചിലൊക്കെ നീന്തലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുവരെ നീന്തൽ പഠിച്ചിട്ടില്ല. ഭംഗിയെന്നെല്ലാം പറഞ്ഞാൽ ഇതാണ്. ഇത്ര നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. നോക്ക് എന്ത് ഭംഗിയാണ്. ഈ ഗ്രാമത്തിൻ്റെ ചുറ്റുവട്ടമാണ് ഇതൊക്കെ. നല്ല നീലാകാശവും ചെങ്കതിർ പൊഴിക്കുന്ന സൂര്യനും അസ്തമയത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കാഴ്ചകളൊക്കെ കാണാൻ. ഇടയ്ക്കൊക്കെ ആളിങ്ങനെ പറയും, ആ നടക്കാമെന്ന് പറയും. അങ്ങനെ ഇറങ്ങിയതൊക്കെ ഇങ്ങനെ പറന്ന് പോവുകയാണേ. കാഴ്ചകൾ നല്ല ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുട്ടിപ്പെണ്ണിങ്ങനെ ആസ്വദിക്കുകയാണ് വലിച്ചു. ഇവിടെ ഒരു മയിൽ ഒളിഞ്ഞിരിപ്പുണ്ടേ. അവന് കിട്ടുമോയെന്നറിയത്തില്ല. അവനിങ്ങനെ ഒളിഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. അവനിങ്ങനെ വാച്ച് ചെയ്യാണ്.
അവനെന്നെ പേടിച്ച് പോവുക. മയിലുകുട്ടാ, എന്ത് കാഴ്ച നോക്ക്. പ്രകൃതിയുടെ വരദാനമല്ലേ. എത്ര പേർക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളെ നാടാണ് കയ്യൂർ ഗ്രാമം. വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 300 മീറ്റേഴ്സ് ഇല്ല ഈ ഒരു ലൊക്കേഷൻ. ഓക്കെ, അപ്പം നല്ലൊരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഓർത്തിട്ട് വന്നതാണ്. മതിയാവോളം ആസ്വദിച്ച് കാണുക. എന്നാൽ അവനെങ്ങനെ പോവുകയാണ് മയിൽകുട്ടൻ. കുറേ ഉണ്ടാവാറുണ്ട്, ഇന്ന് ഒരാളേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ഇത്രേ ഉള്ളൂ. വീണ്ടും വരാം. അപ്പോൾ വൈൻ പവർ ഓഫ് മലബാറീസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.